തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന കൊടി പാറിക്കാൻ ചൂടുള്ള പ്രചരണത്തിലാണ് എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. മണ്ഡല പര്യടനത്തിനൊപ്പം പാർട്ടി യോഗങ്ങളിലും സജീവമാണ് അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ വികസനം വോട്ടായി മാറുമെന്ന വിശ്വാസത്തോടെ വികസനത്തിന്റെ പുതിയ തിരുവനന്തപുരം എന്നതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. സിറ്റിംഗ് എം പി ശശി തരൂർ വാഗ്ദാനം ചെയ്ത വികസനങ്ങൾ എവിടെയെന്നതാണ് ചോദ്യം. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം നഗരത്തിന്റെ വികസനം പിന്നോക്കമാണെന്നതാണ് സാക്ഷ്യം. അവിടെയാണ് വികസനത്തിന്റെ പുതിയ തിരുവനന്തപുരം എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇടതു വലതു മുന്നണി സ്ഥാനാർത്ഥികൾക്ക് സമാനമായി വ്യക്തിയാധിക്ഷേപങ്ങൾക്കോ പഴിചാരലുകൾക്കോ അദ്ദേഹത്തിന് നേരമില്ല. പകരം വികസനം എന്നതിലാണ് മുഖ്യ പ്രചാരണം. നമ്മുടെ തിരുവനന്തപുരത്തിന് ഒരു 15 കൊല്ലമായിട്ട് ഇവിടെ ഡെവലപ്മെൻ്റ് ഒന്നും നടന്നിട്ടില്ല. ഒരു മെറ്റീരിയൽ വികസനമോ പുരോഗതിൻ്റെ ഒരു നെറേറ്റീവൊന്നും നമുക്ക് കാണാൻ കിട്ടിയിട്ടില്ല. അതെല്ലാം മാറ്റി ഒരു മുൻപോട്ട് കൊണ്ടുവന്ന ഒരു പുതിയ ഒരു വികസനത്തിൻ്റെ രാഷ്ട്രീയം, ഒരു പുരോഗതിൻ്റെ രാഷ്ട്രീയം ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ യുവാക്കൾ, നമ്മുടെ തീരദേശത്തിലെ നമ്മുടെ ഫിഷിംഗ് കമ്മ്യൂണിറ്റി, ഫിഷിംഗ് സമുദായത്തിൻ്റെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ പുരോഗതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ, ഒരു അവകാശം കൊടുക്കാൻ സാധിക്കുന്ന ഒരു എം പി ആയി, ഒരു മിനിസ്റ്ററായി ഞാനായിരിക്കുമെന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. കേന്ദ്ര സർക്കാർ സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി മുടക്കിയ കോടികൾ ചെലവഴിക്കാതെ അവസാനം ഫണ്ട് പാഴാകുമെന്ന അവസ്ഥയിൽ സിറ്റിയിലെ റോഡുകൾ മുഴുവൻ കുത്തിപ്പൊളിച്ച അവസ്ഥയിലാണ്. ഇതുമൂലമുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് വേറെയും. വേണ്ടത്ര വികസന കാഴ്ചപ്പാടില്ലാതെയുള്ള പ്രവൃത്തികൾ നഗരത്തിന്റെ സൗന്ദര്യം തന്നെ നശിപ്പിച്ച അവസ്ഥയിലാണ്. പ്രചാരണം കൊഴുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വികസന മാതൃക തലസ്ഥാനത്തും ഓട്ടാകുമെന്നതിൽ സംശയമില്ല. ജനം, തിരുവനന്തപുരം.